പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം എവിടെ, എങ്ങനെ? മരണം ലോകത്തെ അറിയിച്ചത് ആര്, എങ്ങനെ? 88-ാം വയസ്സിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വത്തിക്കാനിലെ ആശുപത്രിയിൽ ഫെബ്രുവരി 14 മുതൽ ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്നു അദ്ദേഹം. ശ്വാസ തടസ്സം നേരിട്ടതിനെ തുടർന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. ചെറു പ്രായത്തിൽ തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖത്തെ തുടർന്ന് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്തിട്ടുണ്ട്. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതല ഏൽക്കുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു അത്. മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത് കാമറലിംഗോ എന്ന മുതിർന്ന വത്തിക്കാൻ ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ആ സ്ഥാനം ഐറിഷ് വംശജനായ കർദിനാൾ കെവിൻ ഫാരൽ ആണ് വഹിക്കുന്നത്. കർദിനാൾ ഫാരൽ മാർപ്പാപ്പയുടെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ചാപ്പലിൽ സന്ദർശിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുകയും ചെയ്യുമെന്നാണ് പരമ്പരാഗത ചടങ്ങുകളെ അനുസ്മരിപ്പിച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും മെഡിക്കൽ മാർഗങ്ങളിലൂടെയും ഡോക്ടർമാർ മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുവാൻ സാധ്യതയുണ്ട്. മാർപ്പാപ്പയുടെ മരണശേഷം മൃതദേഹം പൊതുവെ 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ സംസ്കരിക്കും. പൊതുവെ മാർപ്പാപ്പയെ സംസ്കരിക്കുന്നത് വത്തിക്കാനിലെ ഗ്രോട്ടോസിലാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴെയായി സ്ഥിതി ചെയ്യുന്ന കല്ലറയാണിത്. എന്നാൽ റോമിലെ തൻ്റെ പ്രിയപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ സാന്താ മരിയ മാഗിയോർ ബസിലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ആണ് ആഗ്രഹിക്കുന്നതെന്ന് 2023 ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മാർപ്പാപ്പയുടെ മരണശേഷം ദുഃഖാചരണം 9 ദിവസം നീണ്ടു നിൽക്കുമെന്നാണ് പൊളിറ്റിക്കോയിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ പതിവ് പാരമ്പര്യമനുസരിച്ച് പോപ്പിൻ്റെ മൃതദേഹം പേപ്പൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രദർശിപ്പിക്കും. കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ശവസംസ്കാര ചടങ്ങുകൾ ലളിതമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മൃതദേഹം പൊതുജനങ്ങൾക്ക് ദർശനം നടത്താൻ സാധ്യതയുണ്ടോ എന്ന് സംശയമുണ്ട്.